ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു മോമോസാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മൈദ എടുത്ത് അതിലേക്ക് ഇച്ചിരി വെള്ളം ഉപ്പ് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ടി ഒരു ഉള്ളി എന്ന് വെച്ചെങ്കിൽ ചെറുങ്ങനെ അരിഞ്ഞൊരു ഉള്ളി, പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, അതെങ്ങനെയും ആക്കാം, മുറിച്ചിടുകയും ചെയ്യാം, പേസ്റ്റും ആക്കാം. അങ്ങനെ ചിക്കൻ വേവാൻ വെച്ചിട്ടുണ്ട് പൂങ്ങാൻ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പൂങ്ങാൻ വെക്കാം. എന്നിട്ട് വെച്ചാകുമ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചത് ഓരോരോ ബോളാക്കിയിട്ട് എടുക്കാം. നമ്മൾ ആ ചിക്കൻ ഇവിടെ പൂങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇട്ടുകൊടുത്തിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങിൽ കുഴച്ചിട്ട് എടുക്കണം. നല്ല പാങ്ങിൽ കുഴച്ചിട്ട് എടുത്തതിന് ശേഷം, അതായത് ആ ഉള്ളി ഇല്ല അതൊന്നും കാണാൻ പാടില്ല, ആ രീതിയിൽ കുഴച്ചിട്ട് എടുക്കണം നല്ല പാങ്ങിൽ. എന്നിട്ട് വെച്ചാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോരോ ബൗളിൽ നിന്ന് എടുത്തിട്ടായിട്ട് ചപ്പാത്തിക്ക് നമ്മൾ പരത്തൂലേ അതുപോലെ നല്ല രീതിയിൽ പരത്തിയിട്ട് എടുക്കണം. പരത്തി എടുത്തിട്ടായിട്ട് ഒരു മൂടി എടുക്കാം. കുറച്ച് വലിയ മൂടി എടുത്തിട്ട് അതിന് നമുക്കൊരു റൗണ്ടാക്കി എടുത്തിട്ട് അതിലേക്ക് മസാല ഫില്ലാക്കിയിട്ട് കൊടുക്കാം. മസാല ഫില്ലാക്കിയിട്ട് മോമോസിന് മടക്കേണ്ട രീതി നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് വേവിക്കലാണ്. നമ്മൾ ആക്കുമ്പോൾ അങ്ങനെയാണ് ആക്കൽ. അപ്പോൾ നമ്മൾ വെച്ച് ഇത് ഫ്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം ഇതിവിടെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കെന്താ വെച്ചെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം, എങ്ങനെയെന്ന് കാണാം. അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ കൂട്ടുന്നുണ്ട് പാനിലേക്ക്. എണ്ണ നല്ല ചൂടാണ് കേട്ടോ. എണ്ണ ചൂടായിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. അതിനുള്ള എന്നിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കണം, ചട്നി ഉണ്ടാക്കണം. ചട്നിക്ക് വേണ്ടിയിട്ട് മുളകില്ലേ അതിന് വേണ്ടി വറ്റൽമുളക്, പിന്നെ ചില്ലി സോസ്, പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളി, അതെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ സോസാക്കിന്. അതിന് വേണ്ടിയിട്ട് പിന്നെ അതിന് മൈനസും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം.